അറസ്റ്റിന് ശേഷം മാങ്കൂട്ടം വെല്ലുവിളിച്ചുവെന്നും അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല എന്നും പറഞ്ഞു പരത്തി അയാളെ ഒരു ധിക്കാരിയായി ചിത്രീകരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ഇപ്പോൾ ആ മാങ്കൂട്ടത്തിന്റെ വക്കീൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. മെമ്മോയിൽ ഒപ്പിടില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല, വക്കീലിനെ കാണട്ടെ എന്നാണ് പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് രാഹുൽ ഒപ്പിടാൻ സമ്മതിച്ചില്ല എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങൾ വാർത്ത കെട്ടിച്ചമച്ചത്. അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പിടാൻ രാഹുൽ തയ്യാറായില്ല. പോലീസിന്റെ നടപടികളോടുള്ള പ്രതിഷേധമെന്ന നിലയിലായിരുന്നു ഈ നീക്കം. സാധാരണഗതിയിൽ പ്രതി ഒപ്പിടാത്തത് പോലീസിനെ പ്രതിസന്ധിയിലാക്കാറുണ്ടെന്നും, എന്നാൽ ഇവിടെ അന്വേഷണ സംഘം മറ്റൊരു വഴി കണ്ടെത്തി രാഹുൽ ഒപ്പിടാൻ തയ്യാറായില്ല എന്നും അന്വേഷണം നിസ്സഹരിക്കുകയാണെന്നും ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് നടപടികൾ പൂർത്തിയാക്കിയത്. ഇത് കേരള പോലീസിന്റെ ഒരു വലിയ ചരിത്ര നേട്ടം പൊൻതൂവൽ എന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങൾ അച്ചടിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീൽ തന്നെ തുറന്നു പറയുകയാണ്. അന്വേഷണ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒന്നാണിതെന്നും രേഖപ്പെടുത്തിയ ഈ സംഭവത്തിൽ പോലീസിന്റെ കള്ളക്കളി വെളിച്ചത്ത് വരികയാണ്. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഒപ്പിടാൻ വഴങ്ങിയില്ല എന്നും, എന്നാൽ ഒപ്പിടാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഗസറ്റ് ഓഫീസറെ എത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നുവെന്നുള്ള ഇത് പച്ചക്കള്ളമാണെന്നും രാഹുൽ വക്കീലിനെ കാണണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുമാണ് സ്വന്തം വക്കീൽ പറയുന്നത്. കൂടാതെ രാഹുലിന്റെ അറസ്റ്റ് ബന്ധുക്കൾ അറിഞ്ഞിരുന്നുവെന്ന കാര്യം രാഹുലിനെ സന്ദർശിക്കാനെത്തിയ ബന്ധുവിൽ നിന്നും എഴുതി വാങ്ങുക കൂടി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഇവരുടെ സൃഷ്ടികൾ മാത്രമാണെന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. സത്യത്തിൽ രാഹുൽ അവിടെ ഉപയോഗിച്ചത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും തന്റെ അഭിഭാഷകനെ കാണുവാനും നിയമ ഉപദേശവും തേടുവാനും ഭരണഘടനാപര അവകാശമുണ്ട്. രാഹുൽ ആ അവകാശമാണ് അവിടെ ഉന്നയിച്ചത്. പോലീസ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് പലപ്പോഴും സഹകരിക്കുന്നില്ല എന്ന രീതിയിൽ വാർത്തകളിൽ വരാറുണ്ട്. എന്നാൽ നിയമപരമായിട്ട് നോക്കിയാൽ തന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ്. അതിനെയാണ് ഇങ്ങനെയൊക്കെ കെട്ടിച്ചമച്ചതും പോലീസ് എന്ന വലിയ കാര്യം ചെയ്തെന്ന രീതിയിൽ ക്രെഡിറ്റ് രാവിലെ മുതൽ മേടിച്ചെടുത്തതും. പക്ഷെ അതെല്ലാം പോലീസ് വന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇതുമായി കോടതിയിലേക്ക് പോലീസ് പോയാൽ കേസ് കോടതി തള്ളിയിരിക്കും. എന്തായാലും മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല എന്ന് അത് രാഹുൽ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ വക്കീലിനെ കണ്ടിട്ട് ഒപ്പിടാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരതൊരു ഗ്രൗണ്ടായിട്ട് അറസ്റ്റ് മെമ്മോയിലും അറസ്റ്റ് രേഖകളിലും ഒക്കെ ഒപ്പിട്ടില്ല എന്ന് രേഖപ്പെടുത്തി. അത് വ്യാജമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. 15-ാം തീയതി വരെ കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. മെയിനായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി തന്നെ തെറ്റാണെന്നാണല്ലോ ഒരു മെയിൻ വാദഗതിയായിരുന്നു. പിന്നെ അറസ്റ്റ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻഫോം ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് അറസ്റ്റ് ഇല്ലീഗലാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൗണ്ട് പറഞ്ഞിരുന്നത്. പിന്നെ ഇനിയിപ്പം കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം എന്ന് വെച്ചാണ് 16-ാം തീയതിക്ക് ഫർദർ ഹിയറിംഗിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 16-ാം തീയതി ബെയിൽ ഫർദർ ഹിയറിംഗ് നടത്തിയിട്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഓൾറെഡി പെൻഡിംഗ് ഉണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല, തള്ളിയിട്ടില്ല. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അറസ്റ്റ് ഇല്ലീഗലാണെന്നുള്ള ഒരു തർക്കം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വീഡിയോ കോൺഫറൻസ് വഴി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം വിത്തിൻ 3 days ആ സൈൻഡ് കംപ്ലൈന്റ് ഹാജരാക്കണമെന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് എനിക്ക് തോന്നുന്നു കാനഡയിൽ നിന്ന് വന്നതെന്ന് പറയുന്നു. അന്നേരം ആ 3 days ടൈം പീരീഡ് കഴിഞ്ഞു. അന്നേരം രജിസ്ട്രേഷൻ ഓഫ് ക്രൈം ഇറ്റ് സെൽഫ് ഈസ് ഇല്ലീഗൽ. പോലീസ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഹിയറിംഗ് നടത്തിയിരിക്കുന്നത്. പിന്നെ അവരുടെ കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നിരുന്നല്ലോ, അതുകൊണ്ടാണ് കസ്റ്റഡി ആപ്ലിക്കേഷൻ പരിഗണിച്ചത്. ജാമ്യ ഹർജി അന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ഫയൽ ചെയ്തിരുന്നതാണ്. ആ ജാമ്യ ഹർജി തന്നെയാണ് ഇപ്പം വാദം നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കും, പക്ഷേ അതിന്റെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. 15-ാം തീയതി ഉച്ചവരെയാണ്. അന്നേരം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ എടുക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരിക്കാം. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിട്ടില്ല എന്ന് അത് രാഹുൽ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ വക്കീലിനെ കണ്ടിട്ട് ഒപ്പിടാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരതൊരു ഗ്രൗണ്ടായിട്ട് അറസ്റ്റ് മെമ്മോയിലും അറസ്റ്റ് രേഖകളിലും ഒക്കെ ഒപ്പിട്ടില്ല എന്ന് രേഖപ്പെടുത്തി.